ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെം ബിസിനസ് മാനേജ്മെൻറ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടായിരുന്നത്. ഓൾറെഡി കുറച്ച് ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പറയാനായിട്ട് പോണത് 2 മാർക്ക് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഡിഫൈൻ മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മാനേജ്മെൻറ്റിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള ഡെഫിനിഷൻസ് ഉണ്ട്. ലോറൻസ് എ അപ്ലൈ പറഞ്ഞിട്ടുള്ളത് മാനേജ്മെൻറ്റ് ഇസ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ദ എഫേർട്ട് ഓഫ് അതർ പീപ്പിൾ. അതർ പീപ്പിളിൻ്റെ എഫേർട്സ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റിൽ എന്തൊക്കെ വരും? പ്ലാനിങ് വരും, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, സ്റ്റാഫിംഗ്, കൺട്രോളിങ്, ഇങ്ങനെയുള്ള എല്ലാ പ്രോസസ്സും മാനേജ്മെൻറ്റിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ഇനി അടുത്തതാണ് വാട്ട് ഈസ് അഡ്മിനിസ്ട്രേഷൻ. മാനേജ്മെൻറ്റും അഡ്മിനിസ്ട്രേഷനും സെയിം ആണോ? അല്ല, രണ്ടും രണ്ടാണ് കേട്ടോ. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ഓവറോൾ ഡിറ്റർമിനേഷൻ ഓഫ് പോളിസീസിൻ്റെ ഡിറ്റർമിനൈസേഷൻ, അതുപോലെ തന്നെ മേജറായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? വർക്ക് ചെയ്യുന്നതാണ് മാനേജ്മെൻറ്റ്. പക്ഷേ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ ഒബ്ജക്റ്റീവ്സ് തന്നെ സെറ്റ് ചെയ്യുന്നത് ആരാണ്? അഡ്മിനിസ്ട്രേഷൻ പ്രോസസ്സിലാണ്. അതുപോലെ ജനറൽ പർപ്പസസ് ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യുക, ബ്രോഡ് പ്രോഗ്രാംസും പ്രോജക്റ്റും ഒക്കെ ലേ ഡൗൺ ചെയ്യുക, ഇതൊക്കെയാണ് അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നത് കേട്ടോ. അടുത്തതാണ് വാട്ട് ഈസ് കോർഡിനേഷൻ. കോർഡിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ ഗ്രൂപ്പ് എഫേർട്സ്, അതുപോലെ യൂണിറ്റി ഓഫ് ആക്ഷൻ, ഒരു കോമൺ പർപ്പസിന് വേണ്ടിയിട്ട് ഓർഗനൈസേഷനിലുള്ള എല്ലാവരും തമ്മിലൊരു ഒരു സിങ്ക് ഉണ്ടാവണം അല്ലേ? വർക്ക് ടുഗെദർ ആയിരിക്കണം. ആ ഒരു ഓർഡർലി ഗ്രൂപ്പ് എഫേർട്സിൻ്റെയും യൂണിറ്റി ഓഫ് ആക്ഷൻ്റെയും ഒക്കെ അച്ചീവ്മെൻറ്റിനെയാണ്, ആ സിങ്കിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? കോർഡിനേഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് വാട്ട് ഡു യു മീൻ ബൈ സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് അതോറിറ്റി, ഡിസിഷൻ മേക്കിങ്ങിൻ്റെ അതോറിറ്റി സെൻട്രലൈസേഷനിൽ ആരായിരിക്കും? ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക? ഡിസിഷൻ മേക്കിംഗ് ഒക്കെ എടുക്കുന്നുണ്ടായിരിക്കുക. ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് ത്രൂ ഔട്ട് ദ ഓർഗനൈസേഷൻ ഡിസ്പേഴ്സ്ഡ് ആണ്. ഓർഗനൈസേഷനിലെ എല്ലാ മേഖലയിലുള്ളവർക്കും എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഡിസിഷൻ മേക്കിങ്ങിന് പറ്റും. പക്ഷേ സെൻട്രലൈസേഷൻ ആകുമ്പോൾ ടോപ്പ് അതോറിറ്റി മാത്രമേ പറ്റുള്ളൂ. ഡീസെൻട്രലൈസേഷൻ ആകുമ്പോൾ ത്രൂ ഔട്ട് ദ ഓർഗനൈസേഷൻ എന്ത് ചെയ്തിരിക്കുകയാണ്? ഡിസ്പേഴ്സ് ചെയ്തിരിക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് സ്കേലാർ ചെയിൻ. സ്കേലാർ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻ ഓഫ് അതോറിറ്റി ആണ്. അതായത് ടോപ്പ് ലെവൽ തൊട്ട് ലോവർ റാങ്ക് വരെ എങ്ങനെയാണ് പോവേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ അതോറിറ്റി പോകുന്നത്, ആ അൾട്ടിമേറ്റ് അതോറിറ്റിയുടെ റേഞ്ചിങ്ങിനെയാണ്, ആ ഒരു ചെയിൻ ഓഫ് സുപ്പീരിയർ റേഞ്ചിങ്ങിനെയാണ് സ്കേലാർ ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്കേലാർ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലൈൻ ഓഫ് അതോറിറ്റി ആണ്. അതായത് സുപ്പീരിയർ റേഞ്ചിങ്, എങ്ങനെയാണ് ആ ഒരു അൾട്ടിമേറ്റ് അതോറിറ്റി ടോപ്പ് ലെവലിൽ നിന്ന് ലോവർ റാങ്ക്സിലേക്ക് പോകുന്നത് എന്നുള്ള ആ ഒരു ലൈൻ ഓഫ് അതോറിറ്റിയാണ് സ്കേലാർ ചെയിൻ എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് സ്പാൻ ഓഫ് കൺട്രോൾ. സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ, അവർക്ക് ഒരു ഏരിയ ഓഫ് ആക്ടിവിറ്റി, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഫങ്ഷൻസ്, അല്ലെങ്കിൽ പീപ്പിൾ ഓർ തിങ്സ് ഒക്കെ ഉണ്ടായിരിക്കും റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. അവർ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഏരിയ ഓഫ് ഫങ്ഷൻ ഉണ്ടാവും. ഇപ്പോൾ ഒരു മാനേജർക്കാണെങ്കിൽ ആ മാനേജർക്ക് ഇത്ര ഏരിയ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ടാവും? അയാൾ കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കും. ആ ഒരു ഏരിയ ഓഫ് ആക്ടിവിറ്റി, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഫങ്ഷൻസ്, അല്ലെങ്കിൽ ആ നമ്പർ ഓഫ് പീപ്പിൾ ഓർ തിങ്സ്, അതായത് ഓർഗനൈസേഷനും ഇൻഡിവിജ്വലും റെസ്പോൺസിബിൾ ആയിരിക്കുന്ന ആ ഒരു ഏരിയ ഓഫ് ആക്ടിവിറ്റീനെയാണ് എന്തെന്ന് പറയുന്നത്? സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഇ സ്പിരിറ്റ് ഡി ക്രോപ്സ്. ഇ സ്പിരിറ്റ് ഡി ക്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പഴയ പ്രിൻസിപ്പിളിൽ ഒരു സേയിങ് ഉണ്ട്, യൂണിയൻ ഈസ് സ്ട്രെങ്ത് എന്ന്. അതായത് എൻറ്റയർ ആയിട്ടുള്ള ഓർഗനൈസേഷനെ ഒറ്റ യൂണിറ്റ് ആയിട്ട് കാണണം. അവിടെ വേറെ ഒരു ഡിസ്ഇൻറ്റഗ്രേഷനും പാടില്ല. മൊത്തത്തിൽ ഓർഗനൈസേഷനെ 1 യൂണിറ്റ് ആയിട്ടായിരിക്കണം ട്രീറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ ഓർഗനൈസേഷൻ്റെ സക്സസ്സും എഫിഷ്യൻസി എന്ന് പറയുന്നത് ടീം സ്പിരിറ്റ്, ഹാർമോണി, യൂണിയൻ ഒക്കെ അടങ്ങിയിരിക്കുന്നതാണ്. അതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതിനെയാണ്, ആ ഒരു പ്രിൻസിപ്പിളിനെയാണ് ഈ സ്പിരിറ്റ് ഡീക്രോപ്സ് എന്ന് പറയുന്നത്. യൂണിയന് സ്ട്രെങ്ത് എന്നുള്ളൊരു
പ്രിൻസിപ്പിളാണ് ഈ സ്പിരിറ്റ് ഡി ക്രോപ്സ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഓർഗനൈസിങ്. ഓർഗനൈസിങ് എന്ന് പറയുന്നത് ഒരു മാനേജീരിയൽ ഫങ്ഷൻ ആണ് അല്ലേ. അതായത് നമുക്ക് ഓർഗനൈസേഷന് ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പീപ്പിളിനെ അറേഞ്ച് ചെയ്യുക, റിസോഴ്സസ് അറേഞ്ച് ചെയ്യുക ഒക്കെ ചെയ്യുന്ന ഒരു മാനേജീരിയൽ ഫങ്ഷൻ അല്ലെങ്കിൽ പ്രോസസ്സാണ് ഓർഗനൈസിങ്. എല്ലാം ഓർഗനൈസ് ചെയ്യുക. നമ്മുടെ ഗോളിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, പീപ്പിളിനെയും അതുപോലെ തന്നെ റിസോഴ്സസിനെയും ഒക്കെ അറേഞ്ച് ചെയ്യുന്ന ആ ഒരു മാനേജീരിയൽ ഫങ്ഷനാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അടുത്തതാണ് വാട്ട് ഈസ് ഫോർമൽ ഓർഗനൈസേഷൻ. ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ടോപ്പ് മാനേജ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുക. ഒരു സ്ട്രക്ചർ, അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി ഒക്കെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനാണ് ഫോർമൽ ആയിട്ടുള്ള ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇൻഫോർമൽ ഓർഗനൈസേഷനോ പേഴ്സണൽ റിലേഷൻഷിപ്പ്, ഓർഗനൈസേഷൻ്റെ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷനാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അവിടെ അതോറിറ്റിയോ റെസ്പോൺസിബിലിറ്റിയോ അക്കൗണ്ടബിലിറ്റിയോ ഒന്നും വെൽ ഡിഫൈൻഡ് ആയിരിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ ഓർഗനൈസേഷനിലുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷനിലെ ടോപ്പ് മാനേജ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ്. എന്തിനു വേണ്ടിയിട്ട്? ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള അക്കൗണ്ടബിലിറ്റിയും അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ഒക്കെ ഉണ്ടായിരിക്കും. ഒരു സ്ട്രക്ചറൊക്കെ ഉണ്ടായിരിക്കും ആ ഒരു ഓർഗനൈസേഷന്. ഫോർമൽ ഓർഗനൈസേഷൻ എന്നാണ് പറയുന്നത് കേട്ടോ. അടുത്തതാണ് വാട്ട് ഈസ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒന്നുമില്ല. അതായത് സുപ്പീരിയേഴ്സ് സബോർഡിനേറ്റ്സിന് അതോറിറ്റി ഗ്രാൻഡ് ചെയ്യുക. ഒരു പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റിനുള്ളിൽ സബോർഡിനേറ്റ്സിന് സുപ്പീരിയേഴ്സ് എന്ത് ചെയ്യാണ്? അതോറിറ്റി കൊടുക്കുകയാണ്. ഓർഗനൈസേഷൻ്റെ അതോറിറ്റി ആർക്ക് കൊടുക്കുകയാണ്? സുപ്പീരിയേഴ്സ് സബോർഡിനേറ്റ്സിന് ഗ്രാൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. പക്ഷെ ഒരു പ്രിസ്ക്രൈബ്ഡ് ടൈം ലിമിറ്റിനുള്ളിലായിരിക്കും കേട്ടോ. ടൈം ലിമിറ്റ് അല്ല, പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റിനുള്ളിൽ നിന്നുകൊണ്ടിട്ട് സബോർഡിനേറ്റ്സിന് സുപ്പീരിയേഴ്സ് എന്ത് ചെയ്യാണ്? അതോറിറ്റി ഗ്രാൻഡ് ചെയ്യണേനെയാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയണത് കേട്ടോ. അടുത്തത് വാട്ട് ഈസ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ. ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് അഡ്മിനിസ്ട്രേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രൂപ്പ് ചെയ്യാണ് ആക്ടിവിറ്റീസിനെ. യൂണിറ്റായിട്ടും സബ് യൂണിറ്റ്സ് ആയിട്ടും ഒക്കെ ആക്ടിവിറ്റീസിനെ ഗ്രൂപ്പ് ചെയ്യണ ആ ഒരു പ്രോസസ്സിനെയാണ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അഡ്മിനിസ്ട്രേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ആക്ടിവിറ്റീസിനെ യൂണിറ്റ്സ് ആയിട്ടും സബ് യൂണിറ്റ്സ് ആയിട്ടും ഗ്രൂപ്പ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് പറഞ്ഞത് ഓക്കെ ആയി, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടണമെന്നുണ്ട്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ നോട്ട്സ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതിലും ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തേക്കാം കേട്ടോ. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്.